നമസ്കാരം പ്രിയമുള്ളവർ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം. പൂഞ്ഞാർ ക്ലോസറ്റ് പി.സി. ജോർജിനെ പറ്റി യാതൊരു വിവരവുമില്ല. കാരണം 1-2 ദിവസമായി അദ്ദേഹത്തിൻ്റെ മേൽ കേസ് രജിസ്റ്റർ ചെയ്തു. അദ്ദേഹത്തിന് മേൽ നിയമ നടപടി ഉണ്ടാകും, പോലീസ് അറസ്റ്റ് ചെയ്യും എന്നൊക്കെ വാർത്തകൾ കേൾക്കുന്നു. പക്ഷേ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പുരോഗതി ഉണ്ടതായി വാർത്താമാധ്യമങ്ങളൊന്നും കാണിക്കുന്നില്ല. അദ്ദേഹത്തിനെതിരെ നടപടി തന്നെ കേരളത്തിലെ സാമൂഹിക മാധ്യമങ്ങൾ, പ്രത്യേകിച്ചും മീഡിയ വണ്ണും അതുപോലെ ചില യൂട്യൂബ് ചാനലുകളുമൊക്കെ ശക്തമായ വാദമുയർത്തിയതിൻ്റെ പേരിലാണ് കേരളത്തിലെ മുസ്ലിം അല്ലെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ മൊത്തം തീവ്രവാദികളും വർഗീയവാദികളുമാണ് എന്ന രീതിയിൽ പി.സി. ജോർജിൻ്റെ പ്രസ്താവനയ്ക്കെതിരെ നിയമ നടപടികളുമായി കേരള സർക്കാർ മുന്നോട്ട് പോകുന്നത്. അദ്ദേഹത്തിനെതിരെ കുറച്ചധികം കേസുകൾ യൂത്ത് ലീഗും അതുപോലെയുള്ള സംഘടനകളും ഒക്കെ കൊടുത്ത കുറച്ചധികം കേസുകൾ കേരളത്തിൻ്റെ വിവിധ പോലീസ് സ്റ്റേഷനിലുണ്ടെങ്കിലും ആദ്യമൊക്കെ സർക്കാർ അത് അവഗണിക്കുകയായിരുന്നു. പക്ഷേ വിവിധ തലങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദത്തിൻ്റെ ഫലമായി അദ്ദേഹത്തിനെതിരെ അറസ്റ്റ് നീക്കമുണ്ടായിട്ടുണ്ട് എന്ന് കേൾക്കുന്നു. പക്ഷേ നമ്മുടെ ബോബി ചെമ്മണ്ണൂറിനെ വളഞ്ഞു പിടിച്ച് വളരെ വീരസാഹസികമായി അറസ്റ്റ് ചെയ്ത പോലീസ് ഇതുവരെയും പി.സി. ജോർജിനെതിരെ നടപടികളൊന്നും എടുത്തിട്ടില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങളുമായി മുന്നോട്ട് പോകുന്നില്ല എന്നത് വാസ്തവമായി നിൽക്കുകയാണ്. കേസൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷേ ഹണി റോസിൻ്റെ ഒരൊറ്റ കത്തിൽ അല്ലെങ്കിൽ ഒരൊറ്റ വിളിയിൽ, ഒറ്റ ഫേസ്ബുക്ക് പേജിൽ, ഒറ്റ കേസിലൊക്കെ ബോച്ചയെ ഓടിച്ചിട്ട് പിടിച്ച് വളരെ സാഹസികമായി അറസ്റ്റ് ചെയ്ത് ഇടയ്ക്കിടെ അദ്ദേഹത്തിൻ്റെ വഴിമാറ്റിയൊക്കെയാണ് കൊണ്ടുപോയെന്ന് പറയുന്നു. അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കുന്നതിനുള്ള വഴികൾ ഇടയ്ക്കിടെയൊക്കെ മാറ്റി ഒക്കെ കേരളത്തിൻ്റെ നിയമസുരക്ഷിതത്വത്തോട് അല്ലെങ്കിൽ നിയമവ്യവസ്ഥതയോടൊക്കെ പ്രതിബദ്ധത കാണിച്ച കേരള പോലീസ് പി.സി. ജോർജിനെ അറസ്റ്റ് ചെയ്യാൻ 2 ദിവസമായിട്ടും വൈകുന്നു എന്നൊരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ചും സർക്കാരിനെ അനുകൂലിക്കുന്ന ആളുകളൊക്കെ പറയുന്നത് പി.സി. ജോർജ് ഒരുപക്ഷെ ഇതൊരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റിയേക്കാമെന്നാണ്. കാരണം ഈ അടുത്ത കാലത്ത് അൻവറിൻ്റെ അറസ്റ്റ് നടന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായൊരു തിരിച്ചുവരവിന് കാരണമായി. അദ്ദേഹത്തിന് ചാനലുകളൊക്കെ വലിയ ഇമേജ് കൊടുത്തു. ജനങ്ങളുടെ ഇടയിലൊക്കെ അദ്ദേഹം ഒരുപാട് ശ്രദ്ധേയനായി. അതുപോലെ പി.സി. ജോർജിനെ അറസ്റ്റ് ചെയ്താൽ പ്രത്യേകിച്ചും ഈ ഇസ്ലാമോഫോബിയൊക്കെ കേരളത്തിലെ യൂട്യൂബ് ചാനലുകളൊക്കെ വിറ്റ് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ അത് ഒരു വലിയ ഒരു ഉമ്മാക്കിയായി കാണിച്ച് ജനങ്ങളെയൊക്കെ പേടിപ്പിച്ച് നിർത്തുന്ന സമയത്ത് പി.സി. ജോർജിന് ഒരു രാഷ്ട്രീയ മൈലേജ് ലഭിക്കുന്നതിനൊരു കാരണമാകുമോ എന്ന് കേരള സർക്കാരും അതുപോലെ ഇടതുപക്ഷവുമൊക്കെ ഭയപ്പെടുന്നു എന്ന് മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടുകയാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ പി.സി. ജോർജ് ഇങ്ങനെയൊക്കെ വിളിച്ചു പറയുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എങ്ങനെയെങ്കിലും വർഗീയത പറഞ്ഞെങ്കിലും എം.എൽ.എയും എം.പിയോ അല്ലെങ്കിൽ മന്ത്രിയോ ഒക്കെ ആകണം എന്നാണ്. മന്ത്രിയാകുമോ എന്ന കാര്യം ഡൗട്ടാണ്. കാരണം എന്ത് വേലത്തരങ്ങൾ കാണിച്ചാലും ബി.ജെ.പി. കേരളത്തിൽ അധികാരത്തിൽ വരുന്നതിന് അനധിവിദൂരമായൊരു സാധ്യത പോലുമില്ല എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഒരുപക്ഷെ പി.സി. ജോർജിന് ഏതെങ്കിലും പൂഞ്ഞാറിലൊക്കെ ഇത്തരം വർഗീയത പറഞ്ഞ് വോട്ട് പിടിച്ച് വിജയിച്ചു വരാമെന്നൊരു വ്യാമോഹമായിരിക്കാം ഇത്തരം വർഗീയത, അല്ലെങ്കിൽ സത്യവുമായ ഒരു പുലബന്ധം പോലുമില്ലാത്ത ഇത്തരം വർഗീയതകൾ വിളിച്ചു പറയുന്നതിന് പി.സി. ജോർജിനെ പോലുള്ളവരെ പ്രാപ്തനാക്കുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ മൈലേജ് കിട്ടും എന്ന് നിങ്ങൾ ഭയപ്പെടുന്നുണ്ടെങ്കിൽ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ നിയമവ്യവസ്ഥ അനുസരിച്ച് അയാളെ ഒരിക്കലും ഒരു ഇലക്ഷനിലും മത്സരിക്കാൻ കഴിയാത്ത വിധം ബാൻ ചെയ്യുവാൻ അദ്ദേഹത്തിൻ്റെ വർഗീയ പരാമർശത്തിന് കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. എനിക്ക് നിയമത്തിലൊന്നും വലിയ വിജ്ഞാനമില്ല. പക്ഷേ എൻ്റെ ഒരു വിശ്വാസം അനുസരിച്ച് അദ്ദേഹത്തിനെ കേസ് മുറുക്കിയാൽ അടുത്ത നിയമസഭാ ഇലക്ഷനിലെങ്കിലും അയാൾക്ക് മത്സരിക്കാൻ കഴിയാത്ത ഒരവസ്ഥ ഉണ്ടാക്കും. അത് ഇതുപോലെയുള്ള വമിക്കുന്ന പ്രസ്താവനകളുമായി മാധ്യമങ്ങളിൽ നിറഞ്ഞാടുന്ന വർഗീയ ഫാസിസ്റ്റുകൾക്കൊരു മുന്നറിയിപ്പായിരിക്കും. ഈ പി.സി. ജോർജ് 1 പ്രാവശ്യമോ 2 പ്രാവശ്യമോ ഒക്കെ നിയമസഭയിൽ മത്സരിക്കുവാൻ ഈ വർഗീയ പ്രസ്താവന മൂലം അയാളെ തടയുന്ന ഒരു വിധി കോടതിയോ അതുപോലെ നിയമവ്യവസ്ഥയൊക്കെ സ്വീകരിച്ചാൽ ഇനി ഇതുപോലെ വർഗീയ വിഷം വമിപ്പിക്കുവാൻ കാത്തിരിക്കുന്നവർക്ക് കൊടുക്കുന്നൊരു മുന്നറിയിപ്പായിരിക്കും. അതുകൊണ്ട് അയാളെ അറസ്റ്റ് ചെയ്ത് നിയമവ്യവസ്ഥയ്ക്ക് മുന്നിൽ ഹാജരാക്കി കുറച്ച് പ്രാവശ്യമെങ്കിലും അയാളെ തിരഞ്ഞെടുപ്പുകളിൽ നിന്ന് മത്സരിക്കാത്ത ഒരവസ്ഥയിലേക്ക് നയിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് അയാൾക്ക് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാനൊക്കെ നടക്കുന്ന ഇലക്ഷനിൽ മത്സരിക്കാനും മന്ത്രിയാവാനും വേണ്ടിയിട്ടൊക്കെ അല്ലേ. അപ്പോൾ ഇലക്ഷനിലും അല്ലെങ്കിൽ നിയമസഭാ ഇലക്ഷനിലൊക്കെ മത്സരിക്കുന്ന ഒരു രീതി തടഞ്ഞാൽ കോടതിക്ക് അങ്ങനെ എൻ്റെ ഒരു വിശ്വാസവും അറിവും അനുസരിച്ച് ഇത്തരം വർഗീയ പരാമർശങ്ങൾ നടത്തുന്ന ആളുകളെ ഇലക്ഷനിൽ മത്സരിക്കുന്നത് വിലക്കുവാൻ കോടതിക്ക് അനുവാദമുണ്ട്. അങ്ങനെ ഈ പി.സി. ജോർജിനെ 1 പ്രാവശ്യം ഇലക്ഷനിൽ മത്സരിക്കുന്നത് കോടതി തടഞ്ഞാൽ പിന്നെ വർഗീയ വിഷമമിപ്പിക്കുന്ന ഇത്തരം വിഷജന്തുക്കൾ ചാനലിൽ വന്നിരുന്ന് ഇങ്ങനെ നിറഞ്ഞാടുകില്ല, വിഷമമിപ്പിക്കുന്ന പ്രസ്താവനകളുമായി മുന്നോട്ട് വരില്ല. കാരണം ഇലക്ഷനൊക്കെ തന്നെയാണ് അവൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം. എങ്ങനെയും വർഗീയത വിളമ്പി ആളുകളെ തമ്മിൽ തല്ലിപ്പിച്ച് എം.എൽ.എയും മന്ത്രിയും ഒക്കെ ആകാൻ തന്നെയാണ് ഇവന്മാർ വന്നു നിൽക്കുന്നത്. അതുകൊണ്ട് പി.സി. ജോർജിനെ ഒന്ന് ശിക്ഷിച്ചാൽ പിന്നെ വരുന്നവർക്ക് മാതൃകയാകും എന്നാണ് എനിക്ക് പറയാനുള്ളത്. രാഷ്ട്രീയക്കാരെ മാത്രമല്ല, കുറച്ചു
പുരോഹിതന്മാർ കൂടിയുണ്ട്. പ്രത്യേകിച്ചും തെരുവുകളിൽ സ്റ്റേജ് കെട്ടിയിട്ട് മറ്റേ മതങ്ങളൊക്കെ മോശമാണ്, സ്വന്തം മതമാണ് ശ്രേഷ്ഠം എന്ന് വിളിച്ചു പറയുന്ന എല്ലാ മതത്തിലുള്ള പുരോഹിതന്മാർക്കും ഇത്തരം ശിക്ഷകളുമായി മുന്നോട്ട് പോയാൽ നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷം കൂടുതൽ സുരക്ഷിതമാകുമെന്നാണ് എൻ്റെ അഭിപ്രായം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തൽക്കാലം ഈ വീഡിയോയുമായി വിടവാങ്ങുന്നു. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. ജയ് ഹിന്ദ്.